ശ്രീരാമൻ മാംസാഹാരിയോ? പ്രതിഷേധവുമായി ബി.ജെ.പി. ശ്രീരാമൻ മാംസാഹാരിയായിരുന്നുവെന്ന എൻ.സി.പി നേതാവിന്റെ പ്രസ്താവനയെ ചൊല്ലി വിവാദം. മഹാരാഷ്ട്രയിലാണ് സംഭവം. എൻ.സി.പി എം.എൽ.എ. ജിതേന്ദ്ര അഹദാണ് പ്രസ്താവന നടത്തിയത്. ഇന്ത്യയെ സസ്യാഹാരികളുടെ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. രാജ്യത്തെ ജനസംഖ്യയുടെ 80% ഇപ്പോഴും മാംസാഹാരികളാണെന്നും അവരും ശ്രീരാമന്റെ ഭക്തരാണെന്നും അദ്ദേഹം പറയുന്നു. ശ്രീരാമനെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിന് ബി.ജെ.പി. രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ സംഭവത്തിൽ എം.എൽ.എ. മാപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താൻ പറഞ്ഞ കാര്യങ്ങൾ രാമായണത്തിലുണ്ടെന്ന് അവകാശപ്പെട്ടു. ശ്രീരാമൻ മേത്തി ബജി അഥവാ ഉലുവയിലെ ബജി കഴിച്ചിരുന്നതായി ആരെങ്കിലും അവകാശപ്പെടുമായിരിക്കും. എന്നാൽ ശ്രീരാമൻ ക്ഷത്രിയനായിരുന്നു. ക്ഷത്രിയർ മാംസാഹാരികളായിരുന്നു. 14 വർഷമായി ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരാൾ അവൻ സസ്യാഹാരം തേടി എവിടെ പോകും? ശരിയോ തെറ്റോ എന്നാണ് എം.എൽ.എയുടെ വാദം. ഞങ്ങൾ ശ്രീരാമനെ മാതൃകയാക്കുന്നു. ഞങ്ങൾ ആട്ടിറച്ചി കഴിക്കുന്നു. രാമൻ സസ്യാഹാരി ആയിരുന്നില്ല, അദ്ദേഹം മാംസാഹാരി ആയിരുന്നു എന്നാണ് ജിതേന്ദ്ര പറയുന്നത്. ക്ഷത്രിയനായ ശ്രീരാമൻ എന്താണ് കഴിച്ചിരുന്നതെന്നും ജിതേന്ദ്ര അഹദ് ചോദിച്ചു. ക്ഷത്രിയന്മാർ പരമ്പരാഗതമായി മാംസാഹാരികളാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ചോദ്യം. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ 7ാമത്തെ അവതാരമാണ് ശ്രീരാമൻ. അയോധ്യയിലെ രാജാവായിരുന്നു രാമൻ. ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ചാണ് രാമായണം പുരോഗമിക്കുന്നതും. തെക്കേ ഏഷ്യയിലും കിഴക്കേ ഏഷ്യയിലും ഉള്ള പുരാണ കാവ്യങ്ങളിൽ രാമൻ പ്രസിദ്ധമാണ്. അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥന് പട്ടമഹിഷിയായ കൗസല്യയിൽ ജനിക്കുന്ന ആദ്യത്തെ പുത്രനാണ് രാമൻ. ഹിന്ദുമതത്തിൽ രാമനെ മര്യാദാ പുരുഷോത്തമനായി കരുതുന്നു. നന്മയുടെ ദൈവമായും ശ്രീരാമനെ കരുതുന്നു. ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതാദേവിയാണ് പത്നി. ഉത്തമ സ്ത്രീയായി സീതയെ കരുതുന്നു. ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരായിരുന്നു രാമന്റെ സഹോദരന്മാർ.